ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ മഹത്വം, പിതാവേ ആരാധന. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നും സമാധാനവും സന്തോഷവും നൽകി നിറയ്ക്കട്ടെ എന്നും മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മുറിവുകളെയും സൗഖ്യപ്പെടുത്തുന്ന കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന്, അനുഗ്രഹിക്കണമേ എന്ന് കുടുംബത്തോട് ചേർന്ന് തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എപ്പോൾ എവിടെ ആയിരിക്കുന്നുവോ ആ പ്രദേശം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന്, അവിടെയുള്ള എല്ലാ ദുഷ്ടശക്തികളും അവിടെ നിന്ന് മാറിപ്പോകട്ടെ എന്നും ദൈവാത്മാവിൻ്റെ ശക്തമായ പ്രചോദനം എല്ലാ മക്കളിലും നിറയട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 73-ാം അധ്യായം 21-ാം തിരുവചനം. കർത്താവിൻ്റെ വചനം പറയുകയാണ്, എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവിതത്തിൽ പല വ്യക്തികളും ചിന്തിക്കുന്ന ഒരു കാര്യം എന്നാണ്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്? എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ദേഷ്യപ്പെട്ട് പെരുമാറുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് മക്കളെ അംഗീകരിക്കാൻ പറ്റാത്തത്? ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ നീറുന്ന മനുഷ്യർ അതിന് ഉത്തരം കണ്ടെത്താൻ പരിശ്രമിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിന്നെ നോക്കി പറയുന്നു, എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ. അപ്പോൾ അതിനർത്ഥം മനസ്സിൻ്റെ ഉള്ളിൽ കയ്പ് നിറഞ്ഞ ഒരു കാലഘട്ടമുണ്ടെങ്കിൽ ഈ കാലഘട്ടം പിന്നീട് നിന്നെ ആക്രമിക്കും. കർത്താവിൻ്റെ വചനം പറയുന്നു, എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ. ഒരു കാലഘട്ടത്തിൽ മനസ്സിന് എന്തെങ്കിലും മുറിവേറ്റിട്ടുണ്ടാകാം, ചെറുതോ വലുതോ ആയ മുറിവേറ്റിട്ടുണ്ടായെങ്കിൽ ഈ മുറിവ് വേറൊരു രൂപത്തിൽ ഇന്ന് നിന്നെ ആക്രമിക്കും. അതാണ് അതിൻ്റെ ഉത്തരം. ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. എന്താണ് മൂഢത? എന്താണ് അജ്ഞത? നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു സാധനം ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒരു ടേബിൾ ആയിക്കൊള്ളട്ടെ, ഒരു ടെലിവിഷൻ ആയിക്കൊള്ളട്ടെ, ഒരു കമ്പ്യൂട്ടർ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയുണ്ട്, നിങ്ങളുടെ മക്കളുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്, നിങ്ങളുടെ ഭർത്താവുണ്ട്. അവരായിരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതെൻ്റെ മകനാണ്, ആ മകനെ ഞാൻ സ്നേഹിക്കണം. ഇതെൻ്റെ മകളാണ്, ഈ മകൾക്ക് ഞാൻ പ്രത്യേകമായിട്ട് ഈ കാര്യം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഇതെൻ്റെ മാതാപിതാക്കന്മാരാണ്, ഇവരെ ഞാൻ ബഹുമാനിക്കണം. ഇതെൻ്റെ ജീവിത പങ്കാളിയാണ്, ഈ ജീവിത പങ്കാളിയെ കർത്താവ് തന്ന ദാനമാണ്. ഇങ്ങനെ നന്മയുടെ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു മുഖം നിന്നിൽ നിന്ന് ഇന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ്, മകനെ മകളെ, പഴയ കാലങ്ങളിൽ നിനക്കുണ്ടായ ചില മുറിവുകൾ പല രീതിയിൽ ഇന്ന് പ്രതിഫലിക്കുമ്പോൾ ആ മുറിവുകൾ ഉണങ്ങിയാൽ നിന്റെ മുമ്പിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ, നിന്റെ മുമ്പിലുള്ള മാതാപിതാക്കന്മാരെ, മക്കളെ, ജീവിത പങ്കാളിയെ എല്ലാം അവരായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും സ്വർഗം പോലെ ഒരു കുടുംബം വളർത്തിയെടുക്കുവാനും നിനക്ക് കഴിയും. കാരണം കർത്താവ് നിന്നെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെക്കുറിച്ച് ഇപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, നിന്റെ മനസ്സിനേറ്റ മുറിവുകൾ ഉണങ്ങി വലിയൊരു സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് നീ കടന്നു വരിക. ഈ വചനത്തെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ മധുരം നിറയേണ്ട ആത്മാവിൽ കയ്പ് നിറഞ്ഞു. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. കുടുംബജീവിതത്തിലൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് വന്നു. തുടക്കത്തിൽ തന്നെ ചില വാക്കുതർക്കങ്ങളുണ്ടായി, പ്രതീക്ഷകൾ മാറിപ്പോയി, ചില മുറിവേൽക്കുന്ന വാക്കുകളൊക്കെ പല കാര്യങ്ങളിൽ നിന്ന് കേട്ടു, മനസ്സിനൊരു മുറിവുണ്ടായി. എന്താ അവിടെ സംഭവിച്ചത്? മധുരം നിറയേണ്ട മനസ്സിൽ കയ്പ് നിറഞ്ഞു, സ്നേഹം നിറയേണ്ട മനസ്സിൽ വെറുപ്പ് നിറഞ്ഞു.
ഏറ്റവും അധികം പരിഗണനയൊക്കെ കൊടുക്കേണ്ട ആ ഒരു മനസ്സിൽ ഇതാ ലൈംഗികമായ മോശമായിട്ടുള്ള ചിന്തകൾ വന്നു നിറഞ്ഞു. ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ മനസ്സിലാക്കേണ്ട സമയത്ത് ഇതാ ഭാര്യയെക്കുറിച്ച് മക്കളെക്കുറിച്ച് സംശയം നിറഞ്ഞു. നേരെ എതിരായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ നിറഞ്ഞു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, മനസ്സിന് മുറിവേറ്റാൽ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം നന്മയ്ക്ക് പകരം തിന്മ മനസ്സിൽ വന്ന് നിറയും. ആ തിന്മ പല രീതിയിൽ വാക്കുകളായി പ്രവൃത്തികളായി ഇന്നല്ലെങ്കിൽ നാളെ നിന്നിലൂടെ അത് പുറത്തു വരും. അതുകൊണ്ട് മനസ്സിന് സൗഖ്യം നൽകുന്ന കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഇന്ന് നീ തീരുമാനമെടുക്കണം. ജീവിതത്തിൽ ഒരു മാറ്റത്തിനു വേണ്ടി ഇന്ന് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പുറപ്പാട് പുസ്തകത്തിൽ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. യെരമ്യാ പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ 17:14 കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടും. അങ്ങിൽ മാത്രമാണ് എൻ്റെ പ്രതീക്ഷ. വലിയൊരു രഹസ്യമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. യെരമ്യാ പ്രവാചകൻ പറയുക, കർത്താവേ അങ്ങനെ രക്ഷിക്കണമേ, നീ രക്ഷിച്ചാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ. കർത്താവെ അങ്ങനെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യപ്പെടും. എന്താ അതിനർത്ഥം? നീ സുഖപ്പെടുത്തിയാൽ മാത്രമേ ഞാൻ സൗഖ്യപ്പെടുകയുള്ളൂ. ഇനി അതായത് നിന്നെ മുറിവേൽപ്പിച്ച ആളുകൾ വിചാരിച്ചാൽ നിന്നെ സുഖപ്പെടുത്താൻ സാധിക്കുകയില്ല. നിന്റെ മനസ്സിൽ ഇപ്പോൾ തിങ്ങി നിൽക്കുന്ന വെറുപ്പും വൈരാഗ്യവും പകയും ക്ഷമിക്കാൻ പറ്റാത്ത ആ ഒരു മനസ്സിൻ്റെ അവസ്ഥയും ചിന്തിക്കണം. നീ എത്രത്തോളം അവരെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടുന്നോ അത്രത്തോളം വെറുപ്പ് കൂടിക്കൊണ്ടിരിക്കും. അവർ വിചാരിച്ചാൽ പോലും നിന്നെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുകയില്ല. നിന്നെ മുറിപ്പെടുത്തിയ ആളുകളോ എന്ന് പറയും, ഒരു പക്ഷേ എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ചെയ്തു പോയി. പക്ഷേ വാസ്തവത്തിൽ ആ സമയം നീ സുഖപ്പെടുന്നില്ല. സഹോദര സഹോദരി, ചിന്തിക്കേണ്ട കാര്യം, നിന്നെ ആഴത്തിൽ മുറിവേൽപ്പിച്ച വ്യക്തി വന്ന് നിന്നോട് മാപ്പപേക്ഷിച്ചാൽ പോലും, നിന്റെ കാല് പിടിച്ച് കരഞ്ഞാൽ പോലും ആ ആന്തരിക മുറിവ് സൗഖ്യപ്പെടുകയില്ല. ആന്തരിക മുറിവുകളെ സൗഖ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കർത്താവിനെ മാത്രമേ സൗഖ്യപ്പെടുത്തുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിനക്കേറ്റ മുറിവിൻ്റെ ആഴം, ആ മുറിവ് മൂലം നിനക്കുണ്ടായ നഷ്ടം, നിന്റെ മനസ്സിനേറ്റ ആഘാതം കർത്താവിന് മാത്രമേ അറിയുകയുള്ളൂ. ആ കർത്താവ് നിന്നെ വന്ന് സൗഖ്യപ്പെടുത്തിയാൽ, നീ ഒരുപക്ഷെ നിന്നെ മുറിവേൽപ്പിച്ച വ്യക്തി നിന്നോട് മാപ്പപേക്ഷിച്ചില്ലെങ്കിൽ പോലും നിനക്ക് പൂർണ്ണമായും ആ വ്യക്തിയോട് ക്ഷമിക്കുവാനും പൂർണ്ണമായും സൗഖ്യത്തിലേക്ക് കടന്നു വരുവാനും ജീവിതം തിരിച്ചു പിടിക്കുവാനും സാധിക്കും. അതുകൊണ്ട് ആന്തരിക മുറിവുമായി പല കാര്യങ്ങളിൽ മനസ്സ് വേദനിച്ച് നടക്കുന്ന വ്യക്തി, നിരാശപ്പെട്ട് കഴിയുന്ന വ്യക്തി, ആത്മഹത്യക്ക് തയ്യാറെടുക്കുന്ന വ്യക്തി, നീ ഇന്ന് ചിന്തിക്കണം, നിന്നെ സൗഖ്യപ്പെടുത്തേണ്ടത് നിന്നെ വേദനിപ്പിച്ചവരല്ല, നിന്നെ സൗഖ്യപ്പെടുത്തേണ്ടത് നിന്റെ ശത്രുക്കളല്ല, നിന്നെ ആശ്വസിപ്പിക്കേണ്ടത് നിന്നെ ആരാണ് വേദനിപ്പിച്ചത് ആ വ്യക്തിയല്ല, നിന്നെ ആശ്വസിപ്പിക്കേണ്ടത് നിന്റെ കർത്താവാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയേണ്ടത്, അമ്മയെപ്പോലെ നിന്നെ ആശ്വസിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, വേദനയോടുകൂടി എത്ര കാലം നീ കഴിഞ്ഞു, എത്ര പേരിൽ നിന്ന് നീ ഒരു സാന്ത്വനം ആഗ്രഹിച്ചു. കർത്താവ് പറയുകയാണ്, അമ്മയെപ്പോലെ നിന്നെ ഞാൻ ആശ്വസിപ്പിക്കും. ഈ വചനത്തിൻ്റെ അഭിഷേകമൊക്കെ പറഞ്ഞ് ഇന്ന് വൈകുന്നേരം നീ ഇന്ന് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്, എഫ്രായീം, വിഗ്രഹങ്ങളുമായി നിനക്കെന്ത് ബന്ധം? നിനക്ക് ഉത്തരമരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ്. ഇത്രയും വലിയൊരു അഭിഷേകം, ഒരു പച്ചപ്പ് നിന്റെ ജീവിതത്തിൽ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ ആശ്രയിച്ച് അവരുടെ വില കുറഞ്ഞ വാക്കുകൾ നിന്റെ മനസ്സിനടിയിൽ സൂക്ഷിച്ച് വീണ്ടും വീണ്ടും ഇതിങ്ങനെ തികട്ടി വന്ന് ജീവിതത്തെ തകർക്കുവാൻ സഹോദര സഹോദരി നീ അനുവദിക്കരുത്. കർത്താവിൻ്റെ വചനം പറയുന്നു, എഫ്രായീം, വിഗ്രഹങ്ങളുമായി നിനക്കെന്ത് ബന്ധം? നീ അവരെ ഓർത്ത് അങ്ങനെ വേദനിച്ച് കഴിയരുത്. നീ എന്നിലേക്ക് നോക്കുക. സഹോദര സഹോദരി, കർത്താവിൻ്റെ ഒരു അഭിഷേകം ഇതാ നിന്നിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നു. നിന്റെ മനസ്സിനെ തൊട്ട് ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇപ്പോൾ നിന്നെ തൊടുന്നു. ആ ഒരു ശക്തിക്ക് വേണ്ടി ഇപ്പോൾ തുടങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. തുടർച്ചയായിട്ട് ഈ ആത്മാവിൻ്റെ ശക്തി നിറയട്ടെ. നിന്നെ ആശ്വസിപ്പിക്കുവാനും നിന്നെ സ്നേഹിക്കുവാനും നിന്റെ കർത്താവായ യേശുവിന് സാധിക്കുമെന്ന് നീ തിരിച്ചറിഞ്ഞ് ഇന്ന് ജീവിതത്തെ ഒന്ന് മാറ്റേണ്ട കാര്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒരു വ്യക്തിയുടെ മനസ്സിൽ മുറിവേറ്റ് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വ്യക്തി റിയാക്ട് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത് ഈ വ്യക്തിയുടെ നിയന്ത്രണത്തിലായിരിക്കുകയില്ല. ഈ വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം മറച്ചു വെക്കപ്പെടും. ഉദാഹരണമായി പറഞ്ഞ ബെത്സൈദ കുളക്കരയിൽ ഒരു രോഗി കിടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, 38 വർഷമായി അവഗണനയുടെ ഒരു രോഗം പേറുന്ന വ്യക്തി. വാസ്തവത്തിൽ ആ വ്യക്തിയുടെ പ്രശ്നം എന്താണ്? ആ വ്യക്തിക്ക് ഒരു സൗഖ്യം വേണമായിരുന്നു. അതാണ് സൗഖ്യം. പക്ഷേ ഈ മനുഷ്യൻ കർത്താവ് വഴി പോയപ്പോൾ പറയണത്, കർത്താവെ എന്നെ സഹായിക്കാൻ ആരുമില്ല. പ്രശ്നങ്ങൾ എത്രത്തോളം മാറി. സൗഖ്യത്തിന് പകരം പരാതിയുടെ മേഖല. ഇന്ന് സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ആരെ കണ്ടാലും കുറ്റം പറയുന്നു, ആരെ
കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് തെറിയൊക്കെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റുന്നില്ല, എന്ത് കാര്യം ചെയ്തിട്ട് ഒരു ആത്മസംതൃപ്തി ഇല്ല, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ല. ഇങ്ങനെയൊക്കെ നിനക്കുണ്ടെങ്കിൽ വാസ്തവത്തിൽ ഇതൊന്നും അല്ല നിന്റെ പ്രശ്നം. നിന്റെ പ്രശ്നം വേറെ എന്തോ ഒരു കാര്യം, മനസ്സിനേറ്റൊരു മുറിവുണ്ട്. എന്താണ് മുറിവ്? കർത്താവെ, ഈ കാലഘട്ടത്തിൽ, ഇത്രയും കാലഘട്ടത്തിൽ എനിക്കുണ്ടായ ഒരുപാട് മുറിവുകളുടെ ആകത്തുക ഞാൻ പറയുന്നു, എന്നെ സഹായിക്കാൻ ആരുമില്ല. അവസാനം എത്തിയ കൺക്ലൂഷൻ എന്താ? സൗഖ്യം വേണമെന്നുള്ളതല്ല, എത്തിയ കൺക്ലൂഷൻ എന്നെ സഹായിക്കാൻ ആരുമില്ല. പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവ് ഈ മകനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. എന്താണ് കർത്താവ് ചെയ്തത്? ഇവൻ്റെ മനസ്സിനെ തൊട്ടു. ആരുമില്ലെന്ന് നീ പറയരുത്, നിനക്ക് കിടക്കെടുക്കാൻ പറ്റില്ലെന്ന് നീ പറയരുത്, ആ കുളത്തിലേക്ക് പോയാൽ മാത്രം സൗഖ്യം കിട്ടുള്ളൂ നീ പറയരുത്. നിന്റെ ചിന്തകൾ പോലൊന്നും അല്ല കാര്യങ്ങൾ. കർത്താവ് പറയുക, ഇപ്പം നീ ചിന്തിച്ചു കൂട്ടി മനസ്സിനെ മുറിപ്പെടുത്തി ലോകത്തെ മുഴുവൻ കുറ്റപ്പെടുത്തി, കുടുംബശേരികളെന്ന് പറയുന്നു, മാതാപിതാക്കളും മക്കളും ഒക്കെ മോശക്കാരാണെന്ന് പറയുന്നു. ഇതൊന്നും അല്ല പ്രശ്നം. കർത്താവിനെ നീ സ്വീകരിച്ചിട്ടില്ല. ഈശോയുടെ സ്പർശം നീ സ്വീകരിച്ചിട്ടില്ല. കർത്താവിൻ്റെ സ്പർശം നിന്റെ എല്ലാ ആന്തരികമുറിവുകളെയും സൗഖ്യപ്പെടുത്തി കഴിയുമ്പോൾ ജീവിതം തന്നെ മറിയും. പ്രിയപ്പെട്ടവർ, ഏത് വ്യക്തിയാണ് നിന്നെ അവമാനിച്ചത്, ആ വ്യക്തിയുടെ മുന്നിൽ കൂടി തല ഉയർത്തി നടക്കുന്ന ഒരു കാലഘട്ടം ദൈവം നിനക്ക് ഇതാ വാഗ്ദാനം ചെയ്യാൻ പോകുന്നു. സഹോദര സഹോദരി, അതുകൊണ്ട് മനസ്സിൻ്റെ മുറിവുകളെ പ്രത്യേകമായിട്ട് ഇന്ന് തിരിച്ചറിയണം. നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളും വെച്ച് നിറച്ചിരിക്കുകയാണെന്ന് തിരിച്ചറിയപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മുടെ മനസ്സിൽ ഒന്നെങ്കിൽ നന്മ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കാം. രണ്ട്, തിന്മയായിട്ടുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ, മോശം അനുഭവങ്ങൾ, ഇതെല്ലാം കുത്തി നിറച്ചു വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, മനസ്സിനെ കാലിയാക്കി സൂക്ഷിക്കാം. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നന്മയായിട്ടുള്ള കാര്യങ്ങൾ, അഭിഷേകം നിറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന ഒരുപാട് മക്കൾ ഇന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ജീവിതത്തെ കർത്താവ് എത്രത്തോളം അനുഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതേസമയം തിന്മയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. തിന്മയായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വചനം കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് ആരെയും അശുദ്ധനാക്കുന്നില്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ തിന്മ നിറച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാ തിന്മകളും കൂടെ ഭണ്ഡാരമാക്കി വെച്ചു കഴിയുമ്പോൾ നീ എന്ത് സംസാരിച്ചാലും ഇതേ പുറത്തു വരുള്ളൂ, എന്ത് ചെയ്താലും ഇതിൻ്റെ ഒരു പ്രതിഫലനം വരുള്ളൂ. അതുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിലെ തിന്മകൾ, മനസ്സിൻ്റെ ഉള്ളിലെ മുറിവുകൾ, മനസ്സിൻ്റെ ഉള്ളിലെ മറ്റ് വെറുപ്പുകൾ, ഇതെല്ലാം കർത്താവിനോട് പറഞ്ഞ് കഴുകി വൃത്തിയാക്കണം. ഒരിക്കൽ പോലും, ഒരു നിമിഷം പോലും തിന്മയായിട്ടുള്ള കാര്യങ്ങൾ, വെറുപ്പുകൾ, ആന്തരികമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുവാൻ പാടില്ല. പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ. നമ്മൾ ചിന്തിച്ചു നോക്കി, മാതാവിൻ്റെ കാര്യം. മാതാവിനെക്കുറിച്ച് ലൂക്കാ സുവിശേഷകൻ വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനം, മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. മറിയം എല്ലാ കാര്യങ്ങളും, ദൈവവചനം പറഞ്ഞത് മുഴുവൻ ഹൃദയത്തിൽ നിറച്ചു വെച്ചു. അപ്പോൾ വേണം തന്നെ മറിയത്തിന് ചിന്തിക്കാം, എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അയൽക്കാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഭയം കൂടിക്കൊണ്ടേയിരിക്കും. മറിയം ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഹൃദയത്തിൽ നിറച്ചു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവർ, ഈ മറിയത്തിന് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വില കൊടുത്തപ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിനൊരു വലിയ വില കൊടുത്തപ്പോൾ എന്തൊരു ധൈര്യം മറിയത്തിന്. നോക്കിയേ, ഹെറോദസ് രാജാവ് കുഞ്ഞിനെ കൊല്ലുമെന്ന് പറയുമ്പോഴും മറിയത്തിന് ഇത്ര വലിയ പേടിയൊന്നുമില്ല. പ്രസവ സമയമായപ്പോഴും ഇത്രയും ദൂരം നടന്നു പോകുമ്പോഴും മറിയത്തിന് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. ഒരമ്മയ്ക്ക് ഇത്രത്തോളം ശക്തി ഉണ്ടോ നമ്മൾ ചിന്തിച്ചു പോകും. കാൽവരി കുരിശിൻ്റെ മുകളിൽ, അവിടെ ആ കാൽവരി കുരിശിൽ ഈശോ കടന്ന് പിടയ്ക്കുമ്പോഴും മാതാവ് അവിടെ കൂടെയുണ്ട്. എല്ലാവരും വിട്ടുപോയപ്പോഴും മാതാവ് അവിടെ കൂടെയുണ്ട്. എന്തൊരു ശക്തി, എന്തൊരു ബലം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, മറ്റുള്ളവർ പറഞ്ഞ, ലോകം പറഞ്ഞ, വിലകെട്ട, ഒരർത്ഥവുമില്ലാത്ത പല കാര്യങ്ങളും നിന്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് വേദനിച്ച് നീങ്ങേണ്ട വ്യക്തി അല്ല നീ ദൈവം പറഞ്ഞതാണ് കേൾക്കേണ്ടത്. ജെറമ്യ 29:11 പറയുന്നു, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ളതല്ല, നിന്റെ ക്ഷേമത്തിനുള്ളതാണ്, നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും ഉള്ളതാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവായി എനിക്ക് മാറ്റമില്ലാത്ത ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ, മാറ്റമുള്ള മനുഷ്യർ പറഞ്ഞ വിലകെട്ട വർത്തമാനം ആലോചിച്ച് വെച്ച് വേദനിക്കേണ്ട ഒരു ജീവിതമല്ല നിൻ്റെതെന്ന് നീ ഇന്ന് വചനത്തിന് മുമ്പിൽ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഏത് കുഴിയിലാണ് കിടക്കുന്നത്, അവിടെ നിന്ന് ഇന്ന് ശക്തമായി എഴുന്നേറ്റ് കുരിശിൽ നോക്കി പ്രാർത്ഥിക്കുക. കർത്താവെ, തിരുരക്തത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഏത് വേദനയ്ക്കും അപ്പുറം കർത്താവിൻ്റെ അനുഗ്രഹ അഭിഷേകവുമുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈശോയുടെ ആ ഒരു ഹൃദയത്തിലെ നന്മ ഒരു വ്യക്തിക്കും കർത്താവിനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. എല്ലാവർക്കും ഇത് നടന്നു.
ഇതാ നോക്കുക, പീലാത്തോസിന്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ ഇതാ കർത്താവ് നേരിട്ട് ചോദിക്കുകയാണ് ഒരു രാജാവിനോട്, ആർക്കെന്നിൽ കുറ്റം ആരോപിക്കാൻ കഴിയും? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്തിനെന്നെ അടിച്ചു? കർത്താവ് നേരിട്ട് ചോദിക്കുകയാണ്. ഇതാ പീലാത്തോസൊക്കെ ചൂളിപ്പോവുകയാണ്, അവിടെ പടയാളികളൊക്കെ ചൂളിപ്പോവുകയാണ്. കർത്താവിൻ്റെ ചോദ്യത്തിന് മുമ്പ് എല്ലാവരും മുമ്പിലുണ്ടെങ്കിലും ലോകം മുഴുവൻ എതിർത്താലും കർത്താവ് പറയുക, ഞാൻ എന്ത് തിന്മ പ്രവർത്തിച്ചു പറയുക, എന്തിനെന്നെ അടിച്ചു പറയുക. കർത്താവിൻ്റെ അതാണ് ആത്മബലം എന്ന് പറയുന്നത്. മനസ്സിൻ്റെ മുറിവുകളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി. കർത്താവ് നിൻ്റെ ഉള്ളിൽ വന്നാൽ ഈ ലോകം മുഴുവൻ വെറുത്താലും നീ എഴുന്നേറ്റ് നിൽക്കും. ഈ നിൻ്റെ ഓഫീസിൽ നീ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, നിനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആ ജോലി ഉപേക്ഷിച്ച് പോകാൻ നീ തീരുമാനമെടുക്കുമെങ്കിൽ നീ ചിന്തിക്കേണ്ട കാര്യം ഈ കാണുന്ന വിലകെട്ട മനുഷ്യരുടെ സംസാരമല്ല നിൻ്റെ ജീവിതത്തിൻ്റെ നിർണായകമായിട്ടുള്ള കാര്യം. നീ ആണെങ്കിൽ നിൻ്റെ കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. നീ ഒരു ആത്മീയ മനുഷ്യനാണെങ്കിൽ യേശു കൂടെയുണ്ട്. ഒരു വ്യക്തിയുടെയും വിലകെട്ട വാക്കുകൾക്ക് മുമ്പിൽ പതറിപ്പോകരുത്. ജീവിത പങ്കാളി ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ പറഞ്ഞിരിക്കുക, നിങ്ങൾ എന്തിനു ജീവിക്കുന്നു, പോയി മരിക്കുക. പ്രിയപ്പെട്ട സഹോദര, അന്ന് മുതൽ നിന്റെ മനസ്സിൽ അതൊരു മുറിവായി മാറി. ഒരുപക്ഷെ നിന്റെ ജീവിത പങ്കാളി ഇത് മറന്നു പോയിട്ടുണ്ടാകാം, ജീവിത പങ്കാളി ഒരുപക്ഷെ മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ടാകാം, അല്ലെ മക്കൾ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾക്ക് വിവരമില്ല, നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, എന്തിനു ഞങ്ങളെ പോറ്റി വളർത്തി, എന്തിനു ഞങ്ങളെ ജനിപ്പിച്ചു. ഇങ്ങനെ മോശമായിട്ടുള്ള അങ്ങേയറ്റം മുറിപ്പെടുത്തുന്ന വാക്കുകൾ പോലും മക്കൾ പ്രിയപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ചിന്തിക്കേണ്ട കാര്യം, നീ കൃപ സ്വീകരിച്ചത്, നീ ജീവിതം ആരംഭിച്ചത് മക്കളെ കൂട്ടിയാണോ ജീവിത പങ്കാളിയെ കൂട്ടിയാണോ? അല്ല. ഈ ഭൂമിയിൽ നീ പിറന്നു വീണപ്പോൾ കർത്താവാണ് നിനക്ക് ജീവൻ നൽകിയത്. ഇതാ കർത്താവിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു ജെറമ്യാ പ്രവാചകനിലൂടെ, നീ ജനിക്കും മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു. അപ്പോൾ കർത്താവ് എപ്പോഴും നിന്റെ കൂടെയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനമാണോ, ദൈവത്തിൻ്റെ ശക്തിയാണോ നീ സ്വീകരിക്കേണ്ടത്? അതോ ഈ പറയുന്ന മനുഷ്യർ പറയുന്ന ദുർബലരായ മനുഷ്യർ അവർ പറയുന്ന ഒരു വിലകെട്ട സംസാരമാണോ നീ സ്വീകരിക്കേണ്ടത്? അതുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളെ ഓർത്ത് വേദനിച്ചിരിക്കാതെ, അവരോട് വെറുപ്പ് തോന്നാതെ, അവരോട് ക്ഷമിച്ച് കർത്താവിൽ നിന്ന് ശക്തിയും സൗഖ്യവും സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കർത്താവിൻ്റെ ആ ഒരു അനുഗ്രഹം, കർത്താവിൻ്റെ ഒരു ശക്തി, അത് നീ സ്വീകരിച്ചേ മതിയാവും. കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദര, വേറൊരു വ്യക്തിക്കും നിന്നെ തടയാൻ സാധിക്കുകയില്ല. യേശു ഒരു വ്യക്തിയെ ഉയർത്താൻ തീരുമാനിച്ചാൽ ആ വ്യക്തി ഉന്നതങ്ങളിൽ എത്രത്തോളം ഉയരുമെന്ന് ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. അതുകൊണ്ട് മനസ്സിനേറ്റ കയ്പ്, മനസ്സിനേറ്റ മുറിവുകൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. കർത്താവെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് അനുഗ്രഹിച്ചു കഴിയുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളായിട്ട് മാറും. ചില മനുഷ്യർ പറഞ്ഞ 1 മിനിറ്റ് ദൈർഘ്യമുള്ള ചില വാക്കുകൾ അത് നമ്മൾ 50 വർഷം വരെ ഓർത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ചിലർ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ 1 മിനിറ്റ് കുത്തുവാക്കുകൾ പറഞ്ഞങ്ങോട്ട് മുറിവേൽപ്പിച്ചു കുറേ ആളുകളുടെ മധ്യത്തിൽ. പക്ഷേ 50 വർഷം ഓർത്തിരിക്കുക. നോക്കുക, 1 മിനിറ്റത്തെ കാര്യം 50 വർഷവും ഓർത്തിരിക്കും. എവിടെയാണ് തെറ്റുപറ്റിയത്? നിന്റെ മനസ്സിൻ്റെ മുറിവിനെ നീ തിരിച്ചറിഞ്ഞ് കർത്താവിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചില്ല. അതുകൊണ്ട് കർത്താവിൽ നിന്ന് നീ അനുഗ്രഹം സ്വീകരിച്ചേ മതിയാകൂ. ഈശോയുടെ മുമ്പിലേക്ക് നീ ഒരു അനുഭവത്തെ തുറന്നു വെക്കണം. എല്ലാം ഓരോരോ സെക്കൻഡ് ബൈ സെക്കൻഡ് നീ പറയണം, യേശുവേ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, ഓരോ കാര്യത്തെയും നീ തൊടണമേ, ഓരോ കാര്യത്തെയും നീ സ്പർശിക്കണമേ, എൻ്റെ മനസ്സിൻ്റെ കയ്പിനെ നീ എടുത്തു മാറ്റണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ, വലിയ അത്ഭുതങ്ങൾ നിനക്ക് കാണുവാൻ സാധിക്കും. യേശു നിൻ്റെ കൂടെ വരുന്നത് കാണുവാൻ നിനക്ക് സാധിക്കും. ഹല്ലേലൂയ, യേശുവേ മഹത്വം, കർത്താവേ ആരാധന, പരിശുദ്ധാത്മാവേ സ്തോത്രം. മനസ്സ്, ചില മനുഷ്യരെന്ത് ചെയ്യും, മനസ്സിൽ നന്മയും വെക്കില്ല, അല്ലെങ്കിൽ ഒരു മുറിവേറ്റ് അതും ഉണ്ടാവില്ല. ചിലപ്പോൾ അവരിങ്ങനെ കുറേ എംപ്റ്റി ആയിട്ട് മനസ്സിടും. എങ്ങോട്ട് പോകണം അതും അറിയില്ല, എന്തു ചെയ്യണം അതും അറിയില്ല, ആരോട് സംസാരിക്കണം ഇതും അറിയില്ല. കുറേ തെക്കോട്ട് നടക്കും, കുറേ വടക്കോട്ട് നടക്കും. ഇങ്ങനെ ഒരു ലക്ഷ്യബോധമില്ലാത്ത രീതിയിൽ ജീവിതത്തെ നയിക്കും. ഒരു ജോലിയും ചെയ്യാൻ സാധിക്കുന്നില്ല. കുടുംബത്തിൽ ആരെയും സ്നേഹിക്കാൻ തന്നെ പ്രിയപ്പെട്ടവർ, ഇത് വലിയൊരു അപകടമാണ്. മനസ്സിനേറ്റ മുറിവുകൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നതെന്ന് നീ തിരിച്ചറിയണം. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, കാനായിലെ കൽഭരണികൾ 5 എണ്ണം അവിടെ കാലിയായിരുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ കാലിയായ അവസ്ഥയുണ്ടെങ്കിൽ വളരെ അപകടമാണത്. 5 കൽഭരണികൾ കാലിയായതാണ് അവിടെ ഒരു കുറവുണ്ടായത്. വാസ്തവത്തിൽ ആ കൽഭരണികൾ കർത്താവ് ഇതാ അനുഗ്രഹിച്ചപ്പോൾ, അത് നിറഞ്ഞപ്പോൾ അവിടെ വലിയ കൃപ നിറഞ്ഞൊഴുകി, സന്തോഷവും സമാധാനം നിറഞ്ഞൊഴുകി. ഒരു മനുഷ്യന് ഒരു കുറവും ഉണ്ടായില്ല. കാലിയായിട്ടുള്ള കൽഭരണികൾ നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതൊരു അപകടത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് സഹോദര സഹോദരി, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. കർത്താവെ, ശൂന്യമായ എൻ്റെ മനസ്സിലേക്ക് നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ മനസ്സിൽ ഒന്നും ചിന്തിക്കാനും പറ്റുന്നില്ല, നിഷ്ക്രിയമായ ജീവിതം തള്ളി നീക്കുമ്പോൾ, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് ഒന്നും കാണാൻ പോലും പറ്റാത്ത സാഹചര്യം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ സ്നേഹം പോലും ലഭിക്കാത്ത സാഹചര്യം, കർത്താവെ നീ വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കടന്നു വന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. കർത്താവിനെ ക്ഷണിച്ചു വരുത്തുക. എല്ലാ മുറിവുകളിലേക്കും,
എല്ലാ ശൂന്യതയിലേക്കും കർത്താവിൻ്റെ ആത്മാവ് നിറയട്ടെ, കർത്താവിൻ്റെ അനുഗ്രഹം നിറയട്ടെ. ഇതാ സങ്കീർത്തനം 119 അതിൻ്റെ 26 തിരുവചനം പറയുകയാണ്, അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ. എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരളി. നമ്മുടെ അവസ്ഥ, മുറിവിൻ്റെ അവസ്ഥ നാട്ടുകാരോടും വീട്ടുകാരോടും കൂട്ടുകാരോടും പറഞ്ഞ് ഇത് പെരുപ്പിച്ച് വീണ്ടും വീണ്ടും ദുഃഖത്തിലേക്ക് പോകാതെ, കുറച്ച് ദുശീലങ്ങളിലേക്ക് പോകാതെ കർത്താവിൻ്റെ വചനം പറയുന്നു, നീ ചെയ്യേണ്ട കാര്യം ഇതാണ്, അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ജീവിപ്പിക്കണമേ. എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരളി. സങ്കീർത്തനം 119:26. ഈ വചനമൊക്കെ പ്രിയപ്പെട്ട സഹോദര സഹോദരി റിപ്പീറ്റ് ചെയ്ത് അതങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണത് നല്ലതാണ്. കർത്താവിൻ്റെ അനുഗ്രഹവും അഭിഷേകവും നിന്നെ എപ്പോഴും പിന്തുടരും. എല്ലാ വേദനകളിൽ നിന്നും കർത്താവ് നിനക്ക് മോചനം നൽകും. നമ്മെ ദ്രോഹിച്ചിട്ടുള്ള മനുഷ്യർ, നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള മനുഷ്യർ, ഇവരാരുമല്ല നമ്മുടെ വിധി നിർണ്ണയിക്കേണ്ടത്. ഇവരെല്ലാം കർത്താവിൻ്റെ മുമ്പിലുണ്ടല്ലോ. കർത്താവ് അവരെ വിധിക്കട്ടെ. അവരെക്കുറിച്ചുള്ള ദുഷ്ടമായിട്ടുള്ള ചിന്തകളും വേദനകളും നമ്മൾ കൊണ്ടുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഇതാ മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പിശാച് ബാധിച്ച ഒരു മകനെ സുഖപ്പെടുത്തുന്നു. എന്താണ് അതിനർത്ഥം എന്നറിയോ? ആ മകൻ്റെ ജീവിതത്തിൽ ഇനി പ്രതീക്ഷയില്ല. ഒരപ്പൻ വന്ന് ഈ വേദന കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ, പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ളൊരു വേദന വലിയ മുറിവായിരിക്കും. അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ മരിച്ചുപോയി, അല്ലെങ്കിൽ മക്കൾ മരിച്ചുപോയി. ഒരു കാലഘട്ടത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതൊരു വേദനയായിട്ട് ഇങ്ങനെ പോവുകയാണ്. എത്രയോ കാലങ്ങൾ ദൈവമേ സഹിക്കുന്നു. ജീവിത പങ്കാളി മരിച്ചു പോയപ്പോൾ ഇതാ വലത് കൈ ഒടിഞ്ഞതുപോലെയായി. ഇങ്ങനെയൊക്കെ നിരാശയും വേദനയിൽ കഴിയുന്ന സഹോദരി. എന്നിട്ട് ഈ പിശാച് ബാധിച്ച ആ ബാലനെ പിതാവ് കൊണ്ടുപോയി യേശുവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി സഹായിക്കണമേ. കർത്താവേ, മടുത്തു ഞാൻ ഈ മകനെ കൊണ്ട്. ഇതൊക്കെയല്ലേ പറയണത്? മടുത്തു, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ മടുത്തു. മക്കളെ ഓർത്തൊക്കെ ഇങ്ങനെ എത്രയോ മക്കൾ മുറിവേറ്റ് കിടക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ഈശോയെ. കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാവോ? കർത്താവ് പറയും, യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. എന്താ അതിനർത്ഥം? കർത്താവ് ഇനിയുള്ള കാര്യങ്ങളെ കർത്താവ് ക്രമീകരിച്ചു കൊള്ളും. നീ നിൻ്റെ ആ വേദനകളെ സമർപ്പിക്കുക, മനസ്സിനേറ്റ മുറിവുകളെ, തകർച്ചകളെ സമർപ്പിക്കുക. കഴിയുമെങ്കിലെന്നോ കർത്താവ് ചോദിക്കുന്നതാണ്. കഴിയുമെങ്കിലെന്നോ? എന്ത് വർത്തമാനമാണ് ഈ പറയണത്? ഞാനില്ലേ മോനെ, ഞാനില്ലേ മകളെ? സഹോദര സഹോദരി, നീ അങ്ങനെ തളരരുത്. രോഗപീഠകളിൽ വേദനയിൽ മുറിവേറ്റ് കഴിയുമ്പോൾ നീ തളരരുത്. കർത്താവ് ചോദിക്കുന്നത് കഴിയുമെങ്കിലെന്നോ? കർത്താവിന് കഴിയും. നിന്റെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ആത്മാവിനേറ്റ മുറിവുകളെ ഓർത്ത് ഇനി വേദനിക്കരുത്. ഒരു നിമിഷം പോലും നീ ആ വേദനയിൽ തളർന്ന് താഴെ വീഴരുത്. കർത്താവിനെ വിളിക്കുക, മുറിവുകളെ സമർപ്പിക്കുക. എല്ലാവരും ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ ഉപേക്ഷിക്കുകയില്ല. കർത്താവിൻ്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ യാതൊരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. കർത്താവ് നിന്നെ ഉപേക്ഷിക്കില്ല, കർത്താവ് നിന്നെ അവഗണിക്കുകയില്ല. യേശുവിൻ്റെ സ്നേഹം ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനിലേക്ക്, സഹോദരിയിലേക്ക് ധാരധാരയായി ഒഴുകട്ടെ. നിന്റെ ആന്തരിക മുറിവുകളെ പരിശുദ്ധാത്മാവായ ദൈവം കടന്നു വന്നിപ്പോൾ സൗഖ്യപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ നിന്റെ ശരീരവും മനസ്സും ആത്മാവും വിശുദ്ധീകരിക്കപ്പെടുന്നു. നിന്റെ കുടുംബത്തിലേക്ക് ദൈവം നൽകുന്ന സമാധാനം വന്ന് നിറഞ്ഞു. തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക, കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുക. നീയും നിന്റെ കുടുംബവും കർത്താവിൻ്റെ കൃപയുടെ തണലിൻ്റെ കീഴിലേക്ക് കടന്നു വരിക. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.